إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പുകളും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഖുർആൻ പാരായണങ്ങളും ആരും അറിയാതെ നാം നൽകിപ്പോരുന്ന നമ്മുടെ ദാനധർമ്മങ്ങളും രാത്രി നിസ്കാരങ്ങളും നോമ്പ് തുറപ്പിക്കലുകളും തുടങ്ങി എന്തെല്ലാം സുന്നത്തുകൾ, എന്തെല്ലാം നന്മകൾ ഈ വ്രതനാളുകളിൽ നാം ചെയ്യുന്നുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും മഹത്തായ പ്രതിഫലം അതിന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വീഴ്ചകൾ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര നടത്തിയ സന്ദർഭത്തിൽ ബർസഖി ലോകത്ത് ശിക്ഷയനുഭവിക്കുന്ന ചില ആളുകളെ കാണാനിടയായി. ആ വിവരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖി ലോകത്ത് മിഅ്റാജ് യാത്രക്കിടയിൽ അവിടെ വെച്ച് കണ്ടു. അവരുടെ
ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, മാംസക്കടയിൽ മാംസം കെട്ടിത്തൂക്കപ്പെട്ട പോലെ ചില ആളുകൾ തല കീഴായി കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഅല്ലഖീന ബിഅറാഖീബിഹിം, അവരുടെ നെരിയാണികളിൽ, കാലിന്റെ നെരിയാണിയിൽ തുളയിട്ടിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയ അവസ്ഥയിലാണുള്ളത്. മുശഖഖതൻ അഷ്ദാഖുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരുടെ ഷിദ്ഖുകൾ എന്ന് പറഞ്ഞാൽ വായയുടെ ഈ രണ്ടറ്റങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങൾ, അത് പിളർത്തപ്പെട്ടിരിക്കുന്നു. അതിങ്ങനെ രണ്ടും പിളർന്നു നിൽക്കുന്നുണ്ട്. തസീലു അഷ്ദാഖുഹും ദമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ രണ്ട് ഷിദ്ഖുകളിലൂടെയും, വായയുടെ ഈ പറയുന്ന രണ്ട് അറ്റങ്ങളിലൂടെയും രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെയുള്ള രണ്ട് മലക്കുകളോട്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമയോടും മീകായിൽ അലൈഹിസ്സലാമയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇവരാരാണ് എന്ന്. മലക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത മറുപടി അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സിയാമിഹിം, സമയമാകുന്നതിനു മുമ്പ് നോമ്പ് പാഴാക്കിയ ആളുകളാണ് ഇവർ എന്ന്. നോക്കൂ നിങ്ങൾ, സമയമാകുന്നതിനു മുമ്പ്, പ്രദോഷമാകുന്നതിനു മുമ്പ്, മഗ്രിബാകുന്നതിനു മുമ്പ് തന്നെ, നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ടതിന് മുമ്പ് തന്നെ നോമ്പ് പാഴാക്കി കളഞ്ഞ ആളുകളാണ് ഇവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളെല്ലാവരും നോമ്പിലാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അത്താഴം കഴിച്ച് നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ ആ നോമ്പ് മുറിക്കാനുള്ള സമയമാകുന്നതിനിടക്ക് പലപ്പോഴും നാം പോലും അറിയാതെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് ബാത്തിലാകി പോകുന്നുണ്ടോ ഇല്ലേ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നോമ്പില്ലാതാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നോമ്പിന്റെ പ്രതിഫലത്തെ ബാധിക്കുന്ന, അതിന്റെ ഹുറുമത്തിന്, അതിന്റെ പവിത്രത ഇല്ലാതാക്കുന്ന ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് വീട്ടാനുള്ള സമയമാകുന്നതിന് മുമ്പേ തന്നെ നോമ്പിനെ പാഴാക്കിയ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം അകപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരൊക്കെയാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമൊന്നും ലഭിക്കാതെ കേവലം വെറും പട്ടിണി മാത്രമായി പരിണമിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. അതായത് തിന്മകൾ പ്രവർത്തിക്കുന്നതിന് നോമ്പിന്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, റുബ്ബ സായിമി ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എത്രയോ നോമ്പുകാരുണ്ട്, അവന് തന്റെ നോമ്പിലൂടെ പട്ടിണി കിടന്നു എന്നതല്ലാതെ മറ്റൊരു പ്രയോജനവും അവനില്ല. എത്രയോ രാത്രി നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവന് തന്റെ രാത്രി നിസ്കാരത്തിലൂടെ കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ, ഉറക്കം ഇളച്ചു എന്നതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല എന്ന്. നോക്കൂ നിങ്ങൾ, പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് അന്നപാനീയങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും, പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയത്ത് വെള്ളം കുടിക്കണമെന്ന് ശരീരം വല്ലാതെ ആഗ്രഹിച്ചിട്ടും, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, തളർച്ച, ഇതെല്ലാം ഉണ്ടായിട്ടും റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്ത് ഇതിനോടകം ഇതിലൂടെ നേടാൻ കഴിയുന്ന മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം നേടിയെടുക്കണമെന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി ശരീരത്തിന്റെ, മനസ്സിന്റെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് റബ്ബിനു വേണ്ടി നാം ഇങ്ങനെ ത്യാഗമനുഷ്ഠിക്കുമ്പോൾ ചില ആളുകൾക്ക് അവരുടെ പല പ്രവർത്തനങ്ങളിലൂടെയും നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്രയെത്ര നോമ്പുകാരാണ്, അവന്റെ നോമ്പിലൂടെ പട്ടിണി കിടന്നു എന്നതല്ലാതെ മറ്റൊരു പ്രയോജനവും അവന് ലഭിക്കുന്നില്ലല്ലോ. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ.
എത്രയെത്ര രാത്രി നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണ്. അവരുടെ രാത്രി നിസ്കാരത്തിലൂടെ കുറച്ച് ഉറക്കം അവരൊഴിച്ചു എന്നതല്ലാതെ വേറൊന്നും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന്. അതായത് ആ നോമ്പ് ഒരു ഇഖ്ലാസില്ലാത്ത നോമ്പായി പോകുന്നു. അല്ലെങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലം ഇല്ലാതാക്കുന്ന ധാരാളം കാര്യങ്ങൾ, തിന്മകൾ അവൻ നോമ്പിലായിരിക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ രാത്രി നിസ്കരിക്കുന്നവർ, തറാവീഹാകാം, ഖിയാമുൽ ലൈലാകാം, ഒക്കെയാകാം. പക്ഷേ അവർ കുറെ ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ അതുകൊണ്ട് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല. കാരണം ഇഖ്ലാസില്ലാത്ത, നിയ്യത്ത് തെറ്റിപ്പോകുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ സുംത ഫൽയസും സമഅക വബസറക വലിസാനക അനിൽ കദ്ബി വൽ മഹാരിമി വദഅ അദൽ ജാരി വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സൗമിക വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ നോമ്പെടുത്തു കഴിഞ്ഞാൽ നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ നാവും കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പെടുത്തു കൊള്ളട്ടെ. അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്യണം. നിന്റെ നോമ്പിന്റെ ദിവസം നിനക്ക് ഗാംഭീര്യവും അച്ചടക്കവും ഉണ്ടാകണം. നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും നീ ഒരുപോലെയാക്കാൻ പാടില്ല എന്ന്. എത്ര ഗൗരവത്തോടു കൂടിയാണ് ആ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കൂ. ചില ആളുകളെ പറ്റി തന്നെ പറയാറുണ്ട്, ഓരോ മുമ്പ് ഇപ്പൊ പോണ്ട, ഓ നോമ്പിലാണ്, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ടെന്ന്. എന്നാൽ നോമ്പിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പരിങ്ങനെ ഫുള്ള് പ്രഷറിൽ നിൽക്കുകയായിരിക്കും. അപ്പൊ ഭാര്യക്കൊരു കാര്യം പോയി പറയാൻ പറ്റൂല, മക്കൾക്കൊരു കാര്യം പറയാൻ പറ്റൂല. കാരണം ഇങ്ങനെ വിഷന്ന് നിൽക്കല്ലേ, അപ്പൊ ഫുള്ള് പ്രഷർ കയറി നിൽക്കും. സത്യത്തില് ഈ പറയുന്ന എല്ലാ ചൂടൻ സ്വഭാവവും ഈ പറയുന്ന എല്ലാ കോപ സ്വഭാവങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ചാണ്ടാവുക. അതേപോലെ തന്നെ നോമ്പുകാരനായിരിക്കെ തന്നെ അങ്ങാടിയിൽ പോയി കുറേ സമയം ചെലവഴിക്കുക. ചിലപ്പോൾ നോമ്പിൽ വേറെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചെന്ത് ചെയ്യും, എന്നാൽ കുറച്ച് സമയം കുറച്ചൊന്ന് എൻ്റർടൈൻ ചെയ്യാന്നുള്ള എനിക്ക് ക്ലബ്ബുകളിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ ക്യാരംസും തട്ടി സമയം കളയുന്ന കുറേ ആളുകളുണ്ടാവും. നോമ്പിലല്ലേ, വേറെ പ്രത്യേകിച്ച് ടി വി ഓണാക്കി സിനിമയൊന്നും കാണില്ലല്ലോ, പാട്ടൊന്നും ഇല്ലല്ലോ. അപ്പം എന്നാൽ പിന്നെ ഏതായാലും കുറച്ചേരം അവിടെ ക്ലബ്ബ് പോയിരിക്കും. അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ കുറച്ച് ചങ്ങായിമാരൊക്കെ വരും. അപ്പം എന്നാൽ ക്യാരം ബോർഡൊക്കെ ഒന്ന് എടുത്ത് അതൊന്നും തെറ്റല്ലല്ലോ എന്നുള്ളവർക്ക് സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ട കാര്യമായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടും എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നന്മയായിട്ട് എന്തൊക്കെയുണ്ടോ നല്ല കാര്യങ്ങൾ വായിക്കുക, പഠിക്കുക, റിസർച്ച് ചെയ്യുക, ഖുർആൻ ഓതുക, ധാരാളമായി ഖുർആൻ ഓതുക, ഖത്മ് തീർക്കാൻ വേണ്ടി തവണകളെ ഓതി ആവർത്തിച്ച് ഓതി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഹൈഫുള്ളത് വീണ്ടും വീണ്ടും ഹൈഫുള്ളാക്കി നോക്കുക, വീണ്ടും വീണ്ടും പഠിച്ചു നോക്കുക. അതേപോലെ തന്നെ തഫ്സീറുകൾ എടുത്ത് വായിച്ചു നോക്കുക, നല്ല നല്ല ക്ലാസ്സുകൾ കേട്ടു നോക്കുക. ഇങ്ങനെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ഇതൊക്കെ നോമ്പിലായിരിക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലത്തിന്റെ മടങ്ങ് കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സിയാമു ജുന്നത്തുൻ ഫലാ യർഫുസ് വലാ യജ്ഹൽ വഇൻ ഇംറഉൻ ഖാതലഹു ഔ ശാതമഹു ഫൽയഖുൽ ഇന്നി സ്വായിമുൻ മറത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ്രതം എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നത് അതൊരു പരിചയാണ്, ഒരു ഷീൽഡാണ്. അതിനാൽ തന്നെ നോമ്പുകാരൻ ചീത്ത വാക്ക് പറയുകയോ മാന്യതക്ക് നിരക്കാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. അവനോട് ആരെങ്കിലും വല്ല ശണ്ട കൂടാനോ കച്ചറക്കോ വഴക്കിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റവനോട് പറയട്ടെ, തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ് എന്ന് അവൻ 2 തവണ പറയട്ടെ എന്ന്. അതുകൊണ്ട് ഞാനൊന്നും പറയില്ല, അല്ലേ? അപ്പൊ എന്താ പറയാ, നോമ്പുകാരനാണ്, 6:30 ശേഷം അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാന്നാണോ? അല്ലല്ലോ. നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമ പരീക്ഷിച്ചു തുടങ്ങുകയാണ്, ക്ഷമ പരിശീലിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കച്ചറക്കും ഒരു അലമ്പിനും ഞാനില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ നോമ്പുകാരനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എല്ലാവിധ പൈശാചികമായ ദുഷ്പ്രേരണകളിൽ നിന്ന്, തിന്മകളിൽ നിന്നൊക്കെ നോമ്പ് സത്യത്തിൽ ഒരു മനുഷ്യന് നല്ല കവചമാണ്, പരിചയാണ്. പരിച എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? യുദ്ധത്തിൽ ശത്രുവിന്റെ വാളിന്റെ വെട്ടേൽക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്.
അതേപോലെ ഒരു സംരക്ഷണ കവചമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. പൈശാചികമായ തിന്മകൾ, പ്രേരണകൾ, ചിന്തകളൊക്കെ വരുമ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകാൻ പാടില്ല, കാരണം ഞാനൊരു നോമ്പുകാരനാണല്ലോ, ഞാൻ നോമ്പിലാണല്ലോ. ഒരു കച്ചറ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഇപ്പൊ അവിടെ വർത്താനത്തിന് നിന്നാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമാവും, എന്റെ നോമ്പിനത് ബാധിക്കും എന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവുക. അപ്പൊ നോമ്പ് അങ്ങനെ നമുക്ക് പ്രേരകമാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ നിർവഹിക്കണൊക്കെ എന്തിനാണ്? പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടാനാണ്. യഥാർത്ഥ മുസ്ലിമായി മരിക്കണം, പരലോകത്ത് രക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല അത് കുറെ പട്ടിണി കിടന്നു എന്നുള്ളതുകൊണ്ട് മാത്രമോ കുറെ രാത്രി നിസ്കരിച്ചുകൊണ്ട് എന്നുള്ളതല്ല. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട്, ജീവിതം റബ്ബിന് സമർപ്പിച്ചവനായിക്കൊണ്ട് മരിക്കാൻ കഴിയണം. മുസ്ലിമായി മരിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിമായി ജീവിക്കണ്ടേ? അപ്പോഴല്ലേ നല്ല ഒരു പര്യവസാനം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ടല്ലേ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ നീ മരണം വരെ റബ്ബേ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം വരെ എൻ്റെ ഹൃദയത്തെ ദീനിൽ തന്നെ പിടിച്ചു നിർത്തി തരയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ? ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, പല ചിന്തകളും പല പ്രശ്നങ്ങളൊക്കെ വരും, നമ്മുടെ ആശയങ്ങൾക്ക് ച്യുതി സംഭവിക്കാം, മാറ്റം വരാം, ഒക്കെ ചെയ്യാം. അപ്പൊ റബ്ബിനോട് എപ്പോഴും നമ്മൾ തേടേണ്ട കാര്യമാണ്, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ദീന് അത് നീ നിർത്തി തരണമേ, ദീനിൽ നീ എനിക്ക് ഇസ്തിഖാമത്ത് നൽകണമേ എന്ന് റബ്ബിനോട് എപ്പോഴും തേടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുസ്ലിമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും നോമ്പുകാരാണെങ്കിൽ പോലും ജമാഅത്താണെങ്കിലും നിസ്കാരാണെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ജമാഅത്ത് ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് അത് നഷ്ടപ്പെടാതെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്നൊരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇനി ഈ ഉള്ള അവശേഷിക്കുന്ന ദിവസങ്ങളിലൊക്കെ പറയുന്നത് അങ്ങാടികൾ പരമാവധി സജീവാകുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ ഉമ്മാരും കുട്ടികളും മക്കളെല്ലാവരും കൂടി അങ്ങാടിക്ക് ഇറങ്ങി ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലേക്കൊക്കെ ആയി പോകാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുറേ നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. കാരണം ടെക്സ്റ്റൈൽസുകളിൽ മണിക്കൂറുകൾ ചെലവാക്കിയിട്ട് നിസ്കാരം നഷ്ടപ്പെടും. അപ്പൊ നിസ്കാരം നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ, ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഹൈറായത് അതല്ലേ? നേരെ മറിച്ച് നോമ്പുകാരനായിരിക്കെ തന്നെ നമ്മുടെ നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തുക, ജമാഅത്ത് നഷ്ടപ്പെടുത്തുക, അതിനെ വളരെ ലാഘവത്തോടെ കാണുക, അത് ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഇസ്ലാമിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ നിസ്കാരം നമ്മൾ നിലനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, താരിഖുസ് സ്വലാത്തി സൗമുഹു ലൈസ ബിസഹീഹി വലാ മഖ്ബൂലുൻ മിൻഹു ലിഅന്ന താരിഖസ് സ്വലാത്തി കാഫിറുൻ മുർത്തദ്ദുൻ. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ നോമ്പ് ഒരിക്കലും ശരിയാവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ നോമ്പ് ഒരിക്കലും ശരിയാവുകയില്ല, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ നിഷേധിയാണ്, കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് എന്ന് പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാരാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ വസ്ത്രം എടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് നിർവഹിച്ചിട്ട് തിരിച്ചു പോരുക. നിസ്കാരം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണെങ്കിൽ പോലും അവിടെ ആ സമയത്ത് പ്രയർ ഹാൾ കണ്ടെത്തി അവിടെ വേഗം പോയി നമസ്കരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകണം. നിസ്കാരം ഖളാ ആയി പോകുന്നില്ല, അത് സമയം തെറ്റി പോകുന്നില്ല എന്നും ഉറപ്പുവരുത്തുക. അതിനേക്കാൾ അപ്പുറത്ത് ഈ നോമ്പുകാലത്തെങ്കിലും ജമാഅത്തിന് കൃത്യമായിട്ട് എത്താൻ ഇൻഷാ അല്ലാഹ് ഞാൻ എത്ര ക്ഷീണമുണ്ടെങ്കിലും അത് ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് ആ ജമാഅത്തിന്റെ കാര്യത്തിൽ ഞാൻ കണിശത പുലർത്തും. ഈ നോമ്പ് കഴിയുന്നതോടുകൂടി ആ വിഷയത്തിൽ എനിക്ക് ഒരു കൃത്യമായ ബോധം ഞാൻ കൊണ്ടുവരും എന്നൊരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സഹോദരങ്ങളെ, നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ നമ്മൾ എത്ര പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്നുവോ അതേപോലെ തന്നെ നാം പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയമാണ് വ്രതനാളുകളിലായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാനധർമ്മം എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഈ സമ്പാദിച്ച് നമ്മുടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന സമ്പത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മളാണോ? അല്ല.
അത് സമ്പാദിക്കാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ ഒരു അവകാശം, ഒരു അവസരം, അത് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. സമ്പത്ത് അള്ളാഹു നൽകിയത് കൊണ്ട് തന്നെ അവന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നാം ആ സമ്പത്ത് ചെലവാക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുവഴി ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന ധാരാളം ഹദീസുകളും ഖുർആനിക വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. കുല്ലി ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ് സ്വലാത്ത വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല 14-ാമത്തെ സൂറത്ത് ഇബ്രാഹീമിന്റെ 31-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളായ എൻ്റെ ദാസന്മാരോട് പ്രവാചകരെ താങ്കൾ പറയുക, മുഅ്മിനുകളോട് പറയുക, അള്ളാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിച്ചു പോരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുണ്ടല്ലോ, അവരോട് പറയുക പ്രവാചകരെ, അവർ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്, ധനത്തിൽ നിന്ന് യാതൊരു ക്രയവിക്രയവും ചങ്ങാത്തവും നടക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായി രഹസ്യമായും പരസ്യമായും അവർ നല്ല വഴിയിൽ ചെലവഴിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അപ്പൊ ഏറ്റവും ഹലാലായ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജാരിയായ സ്വതക്കയായി നമുക്ക് വന്നു ഭവിക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മുടെ ചെലവിനുള്ളത് മാറ്റിവെച്ച് ബാക്കി റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ള ശ്രമമുണ്ടാകണം. ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതീഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വമൻ യൂക ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണ് വിജയിച്ചവർ? ദുനിയാവിൽ കുറെ പണം ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, അവരൊക്കെ ലൈഫ് എന്ന് പറയുന്നത് എന്ത് രസമായിരിക്കും അല്ലെ, ഫുള്ള് പൈസക്ക് പൈസ, എന്ത് ആഗ്രഹങ്ങളും നടത്താൻ പറ്റും, എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്കുണ്ട് എന്ന് അവരെ നോക്കിയിട്ട് നമ്മൾ പറയും. സത്യത്തിൽ അല്ലാഹു തആല ആരാണ് വിജയിച്ചവർ എന്ന ചോദ്യത്തിനുള്ള മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് സാധ്യമായ വിധം അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹ് പറയാൻ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ നിലയിൽ നിങ്ങൾ ചിലവാക്കുകയും ചെയ്യുക. ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അവൻ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ എന്ന്. ആരാണ് വിജയം പ്രാപിച്ചവർ? മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആർക്കാണോ മോചനം ലഭിച്ചത്. അപ്പൊ ഒരു 10 ഉറുപ്പിക എടുത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ നിൽക്കുമ്പോഴേക്ക് ഇപ്പൊ ഞാൻ കൊടുത്ത എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലേ എന്ന് തോന്നുന്ന ഒരു ചിന്ത, ഒരു തരം പിശുക്ക് നമ്മളെ വല്ലാതെ ബാധിക്കുക. നമ്മളെ ചെലവിനും കുടുംബത്തിന്റെ ചെലവിനും ഒന്നും എടുത്തക്കാതെ കിട്ടുന്നത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാൻ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കൈ പിരടിയിലേക്ക് കെട്ടിയിട്ട് ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് പറയുന്ന രൂപത്തിൽ പഠിപ്പിച്ചോ? അതുമില്ല. എന്നാൽ കൈ ഇങ്ങനെ നിങ്ങൾ നീട്ടിയിട്ട് കൊള്ളുക എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചോ? അതുമില്ല. രണ്ടിനും ഇടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും മജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അർഹമായ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്ത് അൽ ബഖറയുടെ 274-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹദി അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിന്റെ വായ് നീ ഒരിക്കലും മൂടിക്കെട്ടരുത്. ധനം സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ട് അതിന്റെ വായ നിങ്ങൾ മൂടിക്കെട്ടിങ്ങനെ പാത്തു വെക്കരുത് എന്ന്. അതിങ്ങനെ എടുത്തു വെച്ച് കൊണ്ടടക്കല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നീ ചെയ്താൽ അള്ളാഹുവും നിനക്കൊന്നും തരാതെ മൂടി വെക്കും. വേറൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, നീ എണ്ണിത്തിട്ടപ്പെടുത്തി വെക്കരുത്. അതായത് പൈസ ഇങ്ങനെ എണ്ണിക്കണക്കാക്കി ഇങ്ങനെ എടുത്തു വെക്കുക, സമ്പാദിച്ചങ്ങനെ വെക്കുക, ചെലവാക്കണില്ല, അങ്ങനെ നീ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവും നിനക്ക് വിട്ടുതരാതെ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു തആല കണക്ക് നോക്കാതെ നിനക്ക് പ്രതിഫലം തരൂലാന്ന്. അതുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ എത്ര കൊടുക്കാനുള്ള ചാൻസ്, അവസരം ഉണ്ടോ? നമുക്കറിയാലോ നമ്മുടെ സമ്പത്തിന്റെ കണക്കെന്താ, നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണെന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ച് ഞാനിപ്പോൾ അത് കൊടുത്താൽ എനിക്കൊരു നഷ്ടവും വരാൻ പോണില്ല.
ഏറ്റവും നല്ല ലാഭമുള്ള കച്ചവടം എന്ന് പറയുന്നത് അതന്നെയല്ലേ? അലി റളിയല്ലാഹു അൻഹു ആ ഖബറാളികളെ നോക്കിയിട്ട് പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, അമ്മ ദിയാർ വ അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. ഏയ് ഖബറാളികളെ, നിങ്ങളൊക്കെ മരിച്ചുപോയിന്റെ ശേഷം നിങ്ങളെ സമ്പത്തൊക്കെ ആരൊക്കെയോ വീതം വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ എന്തായാലും പറ്റൂലല്ലോ. അപ്പൊ നല്ലൊരു സമയം നോക്കിയിട്ട്, നല്ല സമയം എന്ന് പറഞ്ഞാൽ ഈ വൃതനാളുകൾ, ഈ നോമ്പ് കാലം, ഈ സമയം നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു ടൈമിൽ പരമാവധി റബ്ബിന്റെ മാർഗത്തിൽ ചെലവാക്കാൻ നോക്കുക. അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നോമ്പിലും കുറേ നമ്മുടെ ദാനധർമ്മങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിലൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടാവുമല്ലോ, പോരായ്മകൾ വന്നിട്ടുണ്ടാവുമല്ലോ. ഈ പറയുന്ന ദാനധർമ്മങ്ങളിലൂടെ, സ്വതക്കകളിലൂടെ, സക്കാത്തിലൂടെ ഒക്കെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും. അതുപോലെ തന്നെ നമ്മളെ ധനത്തിൽ വർധനവുണ്ടാക്കും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നാണ്. ധനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കും തോറും അള്ളാഹു തആല വേറെ മാർഗങ്ങളിലൂടെ, നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ റബ്ബ് നമുക്ക് ഉപജീവനം നൽകുന്ന, അതേപോലെ തന്നെ ഉപജീവന മാർഗം വിശാലമാക്കി തരും. സമ്പത്തിൽ കുറവ് വരൂല. ലാ യൻഖുസു മാലും മിൻ സ്വദഖത്തിൻ ഫതസദ്ദഖു. അള്ളാന്റെ റസൂൽ പറയാണ്, സ്വതക്ക നൽകുന്നതിലൂടെ സമ്പത്ത് ഒരിക്കലും കുറവില്ല. അത് ആരാ ഈ പറയുന്നത്? വഹീന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് സംസാരിക്കുന്ന അള്ളാന്റെ റസൂലായി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരിക്കലും നിങ്ങൾ സ്വതക്ക കൊടുത്തു എന്ന് വിചാരിച്ചാൽ നിങ്ങളെ സമ്പത്ത് കുറയൂല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സ്വതക്ക കൊടുത്തോളി എന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മിച്ചമുള്ള സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. നമ്മളെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, ആ സമ്പത്ത് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ പരമാവധി ചെലവാക്കി ബാക്കിയുള്ള സമ്പത്തുണ്ടല്ലോ അതിൽ അള്ളാഹ് ബർക്കത്ത് തരും. ചില ആൾക്കാർ പറയും, എത്രയാണ് ഞാൻ ഈ സമ്പാദിക്കണത്, പക്ഷെ എങ്ങോട്ടാണ് ഈ പോണെന്ന് തന്നെ എനിക്ക് അറിയണില്ല. ഒരു സമ്പാദിച്ച് കുറച്ച് ഇങ്ങനെയാണ് ആകുമ്പോഴേക്ക് കാണാം അവിടെ അസുഖം, ഇവിടെ അസുഖം, പ്രശ്നങ്ങൾ ആകെ അങ്ങോട്ടതായിട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അള്ളാന്റെ മാർഗത്തിൽ നമ്മളിത് നല്ല രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള സമ്പത്തുണ്ടല്ലോ, കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, അതിൽ ഭയങ്കര ബർക്കത്തായിരിക്കുന്ന. ചെറിയ സമ്പാദ്യം കൊണ്ട് വലിയ വലിയ കുടുംബങ്ങൾ പോറ്റിപ്പോരുന്ന ആളുകളില്ലേ, എന്നാൽ വലിയ സമ്പാദ്യം കൊണ്ട് ചെറിയ കുടുംബം പോലും മര്യാദക്ക് പോറ്റി കൊണ്ടുപോകാൻ പറ്റാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അത് സമ്പത്തിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സമ്പത്തിൽ ബാധിക്കാവുന്ന വിപത്തുകളെ ദാനധർമ്മം കൊണ്ട് തടയാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു തആല സമ്പത്തിന് പകരമായി സമ്പത്ത് തന്നെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ പരമാവധി ചെലവാക്കുക. ഇനിയുള്ള നാളുകൾ അതിനുള്ള അവസരമായിട്ട് നമ്മൾ കാണുക. ഈ ഒരു വ്രതം എന്ന് പറയുന്നത്, ഈ റമളാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു സുവർണാവസരമാണ്. അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാകുമല്ലേ നമുക്ക് അറിയില്ല. അതുകൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുക നമ്മൾ. അതേപോലെ തന്നെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ തമാശയായിട്ട് നോമ്പുകളെ കാണുക. നോമ്പ് നോറ്റിട്ട് രാവിലെ കുറേ നേരം നമ്മൾ ഉറങ്ങി, പിന്നെ നേരെ എണീറ്റ് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കുറേ ചങ്ങായിമാരപ്പം അങ്ങനെ പോയിരിക്കുക, കടകളുടെ അവിടെയും പോയിരിക്കുക, കുറേ പാടത്ത് പോയിരിക്കുക, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക, വർത്താനം പറഞ്ഞ് അങ്ങനെ സമയം തീർക്കുക. ഇബാദത്തുകൾക്ക് താല്പര്യമില്ലാതാവുക. നേരെ മറിച്ച് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുക, നമ്മൾ തീരുമാനം എടുക്കുക. കുറച്ചേരം എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, എൻ്റെ മനസ്സിനത് താല്പര്യം വരുന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തേ തീരൂ എന്ന് നമ്മൾ ഈ വായും നമ്മൾ ഈ ഭക്ഷണവും പാനീയങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണ്ട് ലൈഫിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി മാറും. അത് നമുക്ക് വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് നന്മകളുമായിട്ട് മുന്നേറാൻ ശ്രമിക്കുക. പരമാവധി വീഴ്ചകൾ വരുന്നിടത്ത് അതില്ലാതാക്കാൻ ശ്രമിക്കുക. വന്നുപോയ വീഴ്ചകളിൽ ഈ പറയുന്ന പോലെ ദാനധർമ്മങ്ങളും മറ്റുമായി മുന്നേറിയിട്ട് റബ്ബിന്റെ മാർഗത്തിൽ പരമാവധി നന്മകളോട് മത്സരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത അവിസ്മരണീയമായ ഒരു ചരിത്ര സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ നടന്നത് പരിശുദ്ധ റമളാനിലാണ് എന്ന് നമുക്കറിയാം. അത് നടന്ന തീയതി നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. എന്തിന് നാം ബദറുമായി ബന്ധപ്പെട്ട ചരിത്രവും ഓർക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതിൻ്റെ ബാധ്യതയും പ്രാധാന്യവും അധികരിച്ചു വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ബദറിന് ഒരുപാട് തലങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേവലം അത് ശത്രുവും
സത്യത്തിൻ്റെ പക്ഷവും തമ്മിലുള്ള ഒരു പോര് മാത്രമായിരുന്നില്ല, ഒരു യുദ്ധം മാത്രമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് തൗഹീദിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയാനുള്ള കാരണം, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ജനിച്ചു വളർന്ന സ്വന്തം നാടും വീടും കുടുംബവും നഷ്ടപ്പെട്ട് മദീനയിലേക്ക് ഹിജ്റ പോയൊരു വിഭാഗം, അള്ളാഹുവിനെ ആരാധിച്ചും റബ്ബിനെ അനുസരിച്ചും അവന് കീഴ്പ്പെട്ടും ജീവിക്കുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടം. ആ മാർഗത്തിൽ, ആ യുദ്ധഭൂമികയിൽ മരണപ്പെട്ട ആളുകളുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഷിർക്കിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു പുരോഹിത സ്വഭാവം, പൗരോഹിത്യം നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അള്ളാഹുവിന് മാത്രം നൽകേണ്ട നേർച്ച വഴിപാടുകൾ, അള്ളാഹുവിൻ്റെ അടിമകളുടെ പേരിൽ നടത്തുന്ന ഷിർക്കൻ പ്രവർത്തനം, അല്ലെങ്കിൽ ബിദ്അത്ത്, ഹറാം, ഇത് നമ്മുടെ നാട്ടിൽ വരാനിരിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ബദർ എന്ന് സംക്ഷിപ്തമായിട്ടെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ബദരീങ്ങൾ? ഇത് സമൂഹത്തിൽ നമ്മളെല്ലാം ആവർത്തിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കേവലം യുദ്ധത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നില്ല ബദർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു രാഷ്ട്രം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയോ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവരുമായിട്ട് പേരിനൊരു യുദ്ധം നടത്താം എന്ന രൂപത്തിലോ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയോ ഒന്നുമായിരുന്നില്ല ബദർ നടന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത, ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മൂന്നാമത്തെ സൂറത്ത് ആല ഇമ്രാനിന്റെ 13-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആരായിരുന്നു ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗക്കാർ? നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിച്ചില്ലേ? ആരാണ് ആ രണ്ട് വിഭാഗക്കാർ? അല്ലാഹു തുടർന്നുള്ള ആയത്തുകളിൽ പറയുകയാണ്, ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലൊരു മാർഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടിയവരാണ് ഒരു വിഭാഗം ആളുകൾ. വ ഉഖ്റ കാഫിറത്തുൻ, മറ്റു വിഭാഗമാകട്ടെ അവർ സത്യനിഷേധികളാണ്. മുസ്ലിങ്ങളല്ലേ? ആണ്. റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? അവർ കുഫ്ർ പറ്റിയവരാണ്, അവർ സത്യത്തെ നിഷേധിച്ച് തള്ളിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഅ്മിനുകളായിരുന്ന ആളുകളായിരുന്നു. അവർ ഒരു വശത്ത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായ അബൂജഹലും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും മറുവശത്ത്. രണ്ട് വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുസ്ലിങ്ങളായ ആളുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തവർ. കാഫിറുകളായ സത്യനിഷേധികളായ മറുവിഭാഗക്കാരോ അവർ അള്ളാഹുവിനെയും ആരാധിക്കും, അള്ളാഹുവിന്റെ കൂടെ മറ്റു മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കും. ബദറിന്റെ സമയത്ത് അബൂജഹൽ പ്രാർത്ഥിച്ചത് ആരോടാണ്? ലാത്തയോടാണോ? ഉസ്സയോടാണോ? മനാത്തയോടാണോ? ഹുബിലിനോടാണോ? അല്ല. ബദറിന്റെ വേളയിൽ അബൂജഹൽ പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹുവിനോട് തന്നെയാണ്. അല്ലാഹുമ്മ ഉൻസുർ അക്രമൽ ജുന്ദൈൻ, അള്ളാഹുവേ ഞങ്ങളിൽ ഏറ്റവും ആദരണീയരായവരാരാണോ അവരെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അൻസുർ അക്രമൽ മുഅ്മിനീൻ, അള്ളാഹുവേ ഈ രണ്ട് സംഘങ്ങളിൽ നീ നല്ലവരായ ആളുകൾ ആരാണോ അവരെ നീ സഹായിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാകട്ടെ ഇപ്രകാരമായിരുന്നു, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബത ലൻ തഅബുദു ഫിൽ അർളി അബദ, അള്ളാഹുവേ ഈ കൊച്ചു സംഘം എങ്ങാനും ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന്. ഇവിടെ രണ്ട് വിഭാഗത്തിന്റെയും പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. പക്ഷെ ചെറിയ മാറ്റങ്ങളുണ്ട്. അബൂജഹലും കൂട്ടരും അള്ളാഹുവിനോടും പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന് ഇടയാളന്മാരെ വെച്ച്, അല്ലെങ്കിൽ മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിച്ചതും പഠിപ്പിക്കാൻ ശ്രമിച്ചതും. അള്ളാഹുവിന്റെ റസൂലോ ലോകത്തോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അള്ളാഹുവിനുള്ള ആരാധനയിൽ, അവനോടുള്ള പ്രാർത്ഥനയിൽ ഒരാളെയും മധ്യസ്ഥനായി സ്വീകരിക്കാൻ പാടില്ല. അത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനും ആ കാര്യം തന്നെയാണ് അടിവരയിട്ട് പറഞ്ഞത്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. മഹാന്മാരായ ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്
പറയുന്നത് ഇവരാരും അള്ളാഹുവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മഴ നൽകുന്നതും ഭക്ഷണം നൽകുന്നതും വെള്ളം നൽകുന്നതും ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ഇവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന മഹാന്മാർ, ഈ പറയുന്ന ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ വലിയകൾ, ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന ഇടയാളന്മാരാണ് എന്ന് അള്ളാഹു തആല ആ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ പിന്താങ്ങുകയാണോ ചെയ്തത്? അല്ല, അതിന് അള്ളാഹ് പേരിട്ട് വിളിച്ചത് ഷിർക്ക് എന്നാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദറാണ്ടും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും അതിന്റെ രീതിയിൽ തന്നെ നടന്നു പോകും. തൗഹീദ് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. തൗഹീദ് വെട്ടിത്തുറന്നു പറയുന്നവരോട്, അത് പ്രഖ്യാപിക്കുന്നവരോട് അരിശവും ഈർഷ്യതയും വെറുപ്പും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് അതിൻ്റെ ആളുകൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കും. ദീനിനെ കളവാക്കുന്നവർ എന്ന് നമ്മളെ പച്ചകുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ മുദ്രകുത്തി കളിയാക്കിക്കൊണ്ടിരിക്കും. അവിടെ ഒന്നും തളരേണ്ടതില്ല. കാരണം ലോകത്തേക്ക് വന്ന സർവ്വ പ്രവാചകന്മാരും ഇത് ഏറ്റുവാങ്ങിയതാണ്. അള്ളാന്റെ റസൂലും അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രവാചകനും ദീന് പറഞ്ഞതിൻ്റെ പേരിൽ കെദ്ദാബെന്നും സാഹിറെന്നും മജ്നൂനെന്നും വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഷിർക്കൻ പ്രവർത്തനങ്ങളിലൂടെ നീങ്ങുന്ന ഒരു സമൂഹത്തോട് തൗഹീദ് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതിൻ്റെ പേരിൽ നമ്മളെ എത്ര കളിയാക്കിയാലും കൊഞ്ഞനം കുത്തിയാലും ശരി, കാരണം അത് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ബ്ലേഡോ കത്തിയോ ഒരു ചെറിയ കുട്ടി കയ്യിലെടുക്കുമ്പോൾ നമ്മളത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി എത്ര കരഞ്ഞാലും നമ്മൾ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഇന്ന് അത് വാങ്ങണ്ടെന്ന് പറയോ? അത് നമ്മളവിടെ കയ്യിൽ പിടിച്ചോട്ടെ എന്ന് പറയോ? ഇല്ലല്ലോ. അതിൻ്റെ അപകടം എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുട്ടി എത്ര കരഞ്ഞാലും എത്ര വാശി പിടിച്ചാലും അത് നമ്മൾ ആ കയ്യിൽ നിന്ന് വാങ്ങി വെക്കും. ഇതേപോലെ തന്നെയാണ് എത്ര നന്മ ചെയ്തിട്ടും എത്ര ദിക്റുകളും ദുആകളും നോമ്പിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഈ പറയുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളുമായിട്ട് പോയാൽ പരലോകത്തെ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെങ്കിലും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ അവരോട് ഇതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് ബദർ നടന്നത് എന്നും ആരാണ് ബദരീങ്ങൾ എന്നും അവരാരെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത് എന്നും അവരെന്തിനാണ് ബദറിന്റെ രണഭൂമിയിൽ ഷഹീദായത്, ശുഹദാക്കളായത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈ മുസൈത്തിർ. ഓരോന്നും നന്നാവാൻ പോണില്ല, എത്ര കാലമായി ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞ് നമ്മളൊരു മുൻവിധിയോടുകൂടി അവരെ മാറ്റി നിർത്തല്ല ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് പറയുന്ന രൂപത്തിൽ, കഴിയുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല വീഡിയോകളോ ഓഡിയോകളോ പ്രസംഗങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അള്ളാഹ് പറഞ്ഞത് അതാണ്, നീ ഉത്ബോധിപ്പിക്കുക പ്രവാചകരെ. ഒരു ഉത്ബോധകൻ മാത്രമാണ്. അവരുടെ മേലിൽ ആധിപത്യം ചെലുത്താനുള്ള, നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് നാം നൽകിയിട്ടില്ല. 88-ാമത്തെ സൂറത്തുൽ ഘോഷിയ 21-22 വചനങ്ങളാണ്. അതുകൊണ്ട് ആ ബദർ എന്താണ് എന്ന് നമ്മളറിയാം. ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യമാണ് ബദർ എന്ന് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ഖുതുബകളിൽ വിശദീകരിക്കാവുന്നതാണ്. ബദറിന് ഒരുപാട് മേഖലകളുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ബഹുസ്വര സമൂഹത്തിൽ പോലും നാം ജീവിക്കുമ്പോൾ, ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും മുസ്ലിങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പോലും എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ശരിയായ രൂപത്തിൽ ഇവരോട് സഹകരിച്ചും നന്മകൾ പ്രവർത്തിച്ചും ഏറ്റവും നല്ലൊരു മുസ്ലിമായി എങ്ങനെയാണ് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നു പോലുമുള്ള ചരിത്രം ബദറിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളത് അറിയാനുള്ളൊരു ശ്രമം നടത്തുക. അതറിയാത്തവർക്ക്, അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ലാത്തവർക്ക്, ഇതിൻ്റെ പേരിൽ ഷിർക്ക് സംഭവിച്ചു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ദീനിനെ എത്തിച്ചു കൊടുക്കുക. സർവ്വലോക നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയുമായി ധാരാളം തിന്മകൾ നാം ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. പിഴവുകൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പട്ടിണി, കടം, ദാരിദ്ര്യം എല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുവഹിദായി മുത്തഖിയായി ജീവിച്ച് ശരിയായ മുസ്ലിമായിക്കൊണ്ട് ഇഹലോകവാസം വെടിയാനുള്ള മഹാസൗഭാഗ്യം റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കാനും ശരിയായ മുവഹിദായി മുസ്ലിമായി കൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി വരുന്ന വൃദ്ധനാളുകളെ പരമാവധി ഫലഭൂയിഷ്ടമാക്കി മാറ്റാനുള്ള മഹാസൗഭാഗ്യം റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന അവസാനത്തെ 10, അതിലെ ഒറ്റയിട്ട രാവുകൾ, വിശിഷ്യ അതിലുള്ള ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രി, അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.